ദൃശ്യ മോഡൽ തെളിവുകൾ സൃഷ്ടിക്കാനും വളപട്ടണം കവർച്ചാ കേസിലെ പ്രതി ലിജേഷ് ശ്രമിച്ചു. കവർച്ച നടത്തിയതിനു ശേഷം ലിജേഷ് പുതിയ തെരുവിലെ മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്ന് വാങ്ങി. തെളിവിന് ഇതിന്റെ ബില്ലടക്കം ലിജേഷ് സൂക്ഷിച്ചിരുന്നു. അഷ്റഫിന്റെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വീട്ടിൽ കയറിയ രീതിയടക്കം ലിജേഷ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷിനോട് വിവരിച്ചു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. വളപട്ടണം മന്നയിലെ അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്നും 267 പവൻ സ്വർണവും 1,21 ലക്ഷം രൂപയും കവർന്ന കേസിലെ പ്രതിയായ ലിജേഷിനെ ഇപ്പോൾ തെളിവെടുപ്പിന് ഈ അഷ്റഫിൻ്റെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ്. 2 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത്. അതിനുശേഷം നേരെ കോടതിയിൽ നിന്നും പ്രതിയുമായി നേരെ ഈ വളപട്ടണത്തെ അഷ്റഫിൻ്റെ വീട്ടിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞു. അത് എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പോലീസിനോട് എല്ലാ കാര്യങ്ങളും കാണിച്ച് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ലിജേഷ് ചെയ്തിട്ടുള്ളത്. നവംബർ 20 രാത്രി 8:05 മന്നയിലെ അഷ്റഫിന്റെ വീടിന്റെ മതിൽ തൊട്ടടുത്ത കെട്ടിടത്തിന്റെ സമീപത്തുകൂടി ലിജേഷ് ചാടിക്കടന്നു. വീട്ടിൽ CCTV ഉണ്ടെന്ന് അറിയാവുന്ന ലിജേഷ് മുഖം മറിച്ചാണ് എത്തിയിരുന്നത്. നേരെ പിൻവശത്തേക്ക്. അവിടെ CCTVയുടെ ദിശ മാറ്റിവെച്ചു. പിന്നെ ജനലിന്റെ അഴിനീക്കം ചെയ്തു. തെളിവെടുപ്പിൽ എല്ലാം ലിജേഷ് ഇൻസ്പെക്ടർ ടി.പി. സുമേഷിന് വിവരിച്ചു നൽകി. അതിസമർത്ഥമായാണ് ലിജേഷ് ഈ വൻ കവർച്ച ആസൂത്രണം ചെയ്തത്. അരിവ്യാപാരിയായ അഷ്റഫിനെ ലിജേഷ് നേരത്തെ നോട്ടമിട്ടിരുന്നു. വീട്ടിൽ സ്വർണവും പണവും ഉണ്ടാകുമെന്നും ലിജേഷിന് ഉറപ്പായിരുന്നു. നവംബർ 19 അഷ്റഫിന്റെ വീട്ടിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അഷ്റഫും കുടുംബവും വീട്ടിൽ ഇല്ലെന്നുറപ്പാക്കിയാണ് ലിജേഷ് കവർച്ച ആസൂത്രണം ചെയ്തത്. ലിജേഷിന്റെ വീട്ടിലെത്തിച്ചും ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ലിജേഷ് ഇവിടെ നിന്നും അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ഈ സ്വർണവും പണവും കവർന്നതിന് ശേഷം ഈ വീട്ടിലെ കിടപ്പുമുറിയിലെ ഈ കട്ടിലിനടിയിലാണ് ഇത് സൂക്ഷിച്ചത്. അതിൻ്റെ തെളിവെടുപ്പ് നടത്തുകയാണ് വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷിന്റെ നേതൃത്വത്തിൽ. അതിനായി ഇപ്പോൾ പ്രതിയെ ഈ വീട്ടിൽ എത്തിക്കുകയാണ്. അഷ്റഫിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും ലോക്കറിൽ സൂക്ഷിച്ച സ്വർണവും പണവും ലിജേഷ് നേരെ സ്വന്തം വീടിന്റെ കാർ പോർച്ചിലാണ് കൊണ്ടുവച്ചത്. ഇത് കാർ പോർച്ചിൽ ഒളിപ്പിച്ചത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് വീണ്ടും പുറത്തിറങ്ങി. പുതിയ തെരുവിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ എത്തി. അവിടെ നിന്ന് മരുന്ന് വാങ്ങി. ഇതിന്റെ ബില്ലടക്കം സൂക്ഷിച്ചു വെച്ചു. പോലീസ് ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് ലിജേഷ് മൊഴിയായി നൽകിയത്. മെഡിക്കൽ ഷോപ്പിലടക്കം പോലീസ് പരിശോധിച്ചപ്പോൾ മൊഴി ശരിയാണെന്നും തെളിഞ്ഞു. മൊബൈൽ ടവർ ലൊക്കേഷനും മൊഴിപ്രകാരം ശരിയായിരുന്നു. ദൃശ്യം സിനിമാ മോഡലിൽ തെളിവുകൾ തനിക്ക് അനുകൂലമാക്കുക എന്നതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. എന്നാൽ കണ്ണൂർ ACP T.K. രത്നകുമാറിന്റെയും വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷിന്റെയും നേതൃത്വത്തിൽ നടന്ന പഴുതടച്ച അന്വേഷണം ലിജേഷിന്റെ എല്ലാ പദ്ധതികളും പൊളിച്ചു. അറസ്റ്റിലാകുമെന്ന ഒരു ചിന്തയും പ്രതിക്കുണ്ടായിരുന്നില്ല. കവർച്ച നടന്ന് 4-ാം ദിവസം ഇത് പുറത്തറിഞ്ഞപ്പോഴും ഒരു കൂസലുമില്ലാതെ നാട്ടുകാർക്കിടയിൽ ലിജേഷ് ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളടക്കം എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു ലിജേഷ്.
നാട്ടുകാരിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ എന്നതായിരുന്നു ലിജേഷ് പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത്. ഉത്തരേന്ത്യൻ സംഘം നടത്തിയ കവർച്ച എന്നതടക്കമുള്ള വാർത്തകൾ വന്നപ്പോൾ ലിജേഷ് സന്തോഷിച്ചു. പക്ഷേ പോലീസിന്റെ അന്വേഷണം ലിജേഷിന്റെ എല്ലാ പദ്ധതികളും തകർത്തു. തെളിവെടുപ്പിൽ പ്രതി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതായി വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷ് പറഞ്ഞു. ഇന്നാണ് രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചു തന്നത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതിയെ തന്നിരിക്കുന്നത്. ഇന്ന് പ്രതി കൃത്യം നടന്ന സ്ഥലം, അതുപോലെ തന്നെ കൃത്യം നടത്തിയ രീതിയെക്കുറിച്ചൊക്കെ എല്ലാ തെളിവെടുപ്പ് പ്രതിയെ കൊണ്ട് സ്ഥലത്ത് കൊണ്ടുചെന്ന് തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടെ തെളിവ് ശേഖരിക്കാനുണ്ട്. അതിനായി പ്രതിയെ കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരത്തോടു കൂടി കോടതിയിലേക്ക് പ്രതിയെ തിരികെ ഹാജരാക്കും. പ്രതിയുടെ ഇൻട്രോഗേഷൻ ഇനിയും നടത്താനുണ്ട്. ഇപ്പം നടത്തിയെടുത്തോളൂല്ലേ ബാക്കി പെൻഡിംഗ് ഉള്ള തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തീരുമാനത്തിന് വിധേയമായിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ നടപടി അണ്ടർ പ്രോസസ്സിംഗ് ആണ്. അതിൽ പ്രത്യേകം വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ലിജേഷിന്റെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ സ്വർണവും പണവും ഒളിപ്പിച്ച രീതിയടക്കം പ്രതി കാണിച്ചു കൊടുത്തു. തെളിവെടുപ്പിന് പോലീസ് എത്തിയപ്പോൾ ലിജേഷിന്റെ വീട് പൂട്ടിയ നിലയിലായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭവനഭേദന കേസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷ് നേതൃത്വത്തിൽ തെളിയിച്ചത്. ആ പ്രതിയുടെ തെളിവെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി മറ്റ് കേസുകളിലും ഈ പ്രതിക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കുക. അതിലേക്കും പോലീസ് കടക്കുകയാണ്. വളപട്ടണത്തിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.